ഉണ്ണിബാലകൃഷ്ണൻ ഒന്നിനി തിരിതാഴ്ത്തി പാടുക പൂങ്കുയിലെ നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള പാട്ടാണ്. ആ വരികൾ ആ തിരിതാഴ്ത്തി പാടുക എന്ന് പറയുമ്പോൾ ശരിക്കും തിരിതാഴ്ത്തുന്നതായി നമ്മൾ അനുഭവിക്കും. അതാണ് ആ ഭാവം അത്രയ്ക്ക് ഉൾക്കൊണ്ട് ചിലപ്പോൾ കാതിൽ ഇങ്ങനെ വിസ്പർ ചെയ്യുന്ന പോലെ പതുക്കെ പറയുന്നത് പോലെയുള്ള പാട്ടുകൾ ഒന്നിനി ശ്രുതി താഴ്ത്തി വളരെ താഴ്ത്തി പറയുന്നു, നമ്മുടെ ചെവിയിലേക്ക് പതുക്കെ പറഞ്ഞു പാടി നമ്മളെ ഉറക്കുന്ന പോലെയൊക്കെയുള്ള പാട്ടുകൾ, അത് കൃത്യമായ ആ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പാടാൻ കഴിയുക എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. നേരത്തെ മധുബാലകൃഷ്ണൻ പറയുന്നുണ്ടായിരുന്നു വരികൾ എടുത്ത് അക്ഷരം, അതിൻ്റെ അക്ഷരസ്ഫുടത, അതൊക്കെ വളരെ പ്രധാനമാണ് അദ്ദേഹത്തിന്. ഒരു തെറ്റ് വരുത്താതെ എടുത്തെടുത്ത് പറയുന്ന ഒരു രീതി, അങ്ങനെയൊക്കെ അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. സ്മൃതി ഇപ്പോൾ സൂചിപ്പിച്ച ഈ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നുള്ള പാട്ടൊരു ലളിതഗാനമാണ്. അത് ഒരു ചലച്ചിത്ര ഗാനമല്ല. എന്നിട്ടു കൂടിയും ആ ലളിതഗാനം എത്ര പ്രശസ്തമായിരുന്നു. അത് ദൂരദർശനിലെ ഒരു കാലത്ത് മലയാളികൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടായിരുന്നു. അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ എന്നുള്ളതാണ്. അതൊരു താരാട്ടുപാട്ടാണ്, ONVയുടെ വരികളാണ്. അത് അതിമനോഹരമായിട്ടാണ് ജയചന്ദ്രൻ പാടിയിട്ടുള്ളത്. ജയചന്ദ്രൻ പാടിയിട്ടുള്ള എല്ലാ ഗാനങ്ങളും മനോഹരങ്ങളായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ പല പ്രധാനപ്പെട്ട ഗായകരും നമ്മൾ ഈ സ്ഥിരം സംഗീത സംവിധായകരൊക്കെ പറയുന്നൊരു കാര്യം ഡപ്പാങ്കൂത്ത് പാട്ട് എന്നൊക്കെ പറയും. അത്തരത്തിൽ ഡപ്പാങ്കൂത്ത് പാട്ടുകളൊക്കെ പാടിയിട്ടുള്ള ഒരുപാട് ഗായകരുണ്ട്. പക്ഷേ ജയചന്ദ്രൻ്റെ പാട്ടുകൾ എടുത്ത് നോക്കിക്കോളൂ, അത് ഏത് ഭാഷയിലാകട്ടെ അത് ഭാവതീവ്രമായ സാഹിത്യ ഭംഗിയുള്ള, സംഗീത ഭംഗിയുള്ള, മനോഹരങ്ങളായിട്ടുള്ള ഗാനങ്ങളാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു അനുഗ്രഹീത ഗായകനായിരുന്നു ആ അർത്ഥത്തിലൊക്കെ. ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച 10 ഗാനങ്ങളെടുത്താൽ ഒരു സംശയവും വേണ്ട 5 പാട്ടുകൾ ജയചന്ദ്രൻ്റെതായിരിക്കും. ആ അർത്ഥത്തിലൊക്കെ വളരെ അനുഗ്രഹീതമായ ഒരു ജന്മം തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്. ഇപ്പം നിന്മണി അറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ എന്നുള്ള പാട്ട്, ആ പാട്ടൊക്കെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. തമിഴ് ഗാനങ്ങൾ എടുത്തു നോക്കൂ. ഇപ്പം കാത്തിരുന്ന് കാലങ്ങൾ പോകുതടി എന്നുള്ള പാട്ടൊക്കെ എത്ര മനോഹരമായിട്ടാണ് ജയചന്ദ്രൻ പാടിയിട്ടുള്ളത്. അത് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇപ്പം തമിഴ്നാട്ടിലെ സംഗീത സംവിധായകരായിട്ടായാലും ഇപ്പോൾ MS വിശ്വനാഥനായാലും ഇളയരാജയായാലും ഏറ്റവും ഒടുവിൽ റഹ്മാനായാലും ജയചന്ദ്രനെ കൊണ്ടൊരു ഗാനം പാടിപ്പിക്കുക എന്നത് അവരുടെയൊക്കെ ഒരു മോഹമായിരുന്നു. ഇളയരാജയുടെ പാട്ടുകൾ പാടണമെന്നുള്ള ആഗ്രഹവുമായി ഒരുപാട് ഗായകർ ക്യൂ നിൽക്കുന്നുണ്ടാവും. റഹ്മാൻ്റെ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടാവും. എന്നാൽ റഹ്മാനും ഇളയരാജയും MS വിശ്വനാഥനും ഒക്കെ ക്യൂ നിൽക്കുന്ന ഒരു വാതിലായിരുന്നു യഥാർത്ഥത്തിൽ ജയചന്ദ്രൻ്റെ വാതിൽ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അത്ഭുതകരമായി മനസ്സിലാക്കിയ ഒരു കാര്യം, AR റഹ്മാൻ 9ാമത്തെ വയസ്സിൽ RK ശേഖരൻ്റെ മകനായിരുന്നു കൊണ്ട് പെൺപട എന്ന പാട്ടിനു വേണ്ടി ചെയ്ത ഒരു പാട്ട് ജയചന്ദ്രൻ പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഓസ്കാർ അവാർഡ് നേടി ഇന്ത്യയുടെ ഗാനപ്രതിഭയായി മാറിയ AR റഹ്മാൻ്റെ ആദ്യത്തെ പാട്ട് പാടിയിരിക്കുന്നത് P ജയചന്ദ്രനാണ് എന്ന വസ്തുത കൂടിയുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ എല്ലാ സംഗീത സംവിധായകരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദമായിട്ട് P ജയചന്ദ്രന് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് MK അർജുനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള പാട്ടുകൾ. വരാം ശ്രീ ഉണ്ണിബാലകൃഷ്ണൻ. ഇപ്പോൾ ശ്രീ കൈതപ്രം ഇപ്പോൾ പ്രതികരിക്കാനുണ്ട്. ശ്രീ കൈതപ്രം, എങ്ങനെയാണ് ജയചന്ദ്രൻ എന്ന ഗായകനെ താങ്കൾ ഓർമ്മിക്കുന്നത്? ഞാൻ അദ്ദേഹം എന്റെ 2 ഈ ഭക്തിഗാനങ്ങൾ പാടിക്കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തിന് ആദ്യം എനിക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. മറ്റേ പിന്നെയാണ് ചലച്ചിത്ര ഗാനങ്ങളൊക്കെ വരുന്നത്. ആർക്ക് വിളിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഏതായാലും അച്ഛനെ ഓർമ്മ വളരെ മധുരമുള്ളതും ഇപ്പോ ദുഃഖം കലർന്നതുമാണ്. എന്റെ ഓർമ്മയിൽ 2 ഗാനങ്ങൾ, എന്റെ 2 ഗാനങ്ങൾക്ക് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതൊക്കെ എന്റെ ഓർമ്മ. ഒന്ന് പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റും, നീയൊരു പുഴയായി കഴുകുമ്പോൾ ഞാൻ എന്നുള്ള ഗാനം. അദ്ദേഹത്തിന്റെ ഗാനം ഞാൻ മഞ്ഞളി മൂങ്ങി ചോർത്തിയാണ് ആദ്യം കേൾക്കുന്നത്. പിന്നെ തലശ്ശേരി ലോട്ടസ് തിയേറ്ററിൽ നിന്ന് 67-ൽ 67-ലോ 68-ലോ കേട്ടിട്ടുള്ള കള്ളിച്ചിലെ ഗാനം, അതും എന്റെ മനസ്സിൽ ഇപ്പോഴും തട്ടിയിട്ടുണ്ട്. നമസ്കാരം. ഹലോ, കേൾക്കാം. നമസ്കാരം. ശരി, വളരെ നന്ദി ശ്രീ കൈതപ്രം ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ ഓർമ്മിച്ചതിന്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടിയ ഗാനങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഓർമ്മിക്കുന്നത്.